നമ്മുടെയൊക്കെ തൊടിയിലും വേലിക്കലുമൊക്കെ യാതൊരു പരിചരണവുമില്ലാതെ പടർന്നു പിടിക്കുന്നൊരു ചെടിയുണ്ട്, ശംഖുപുഷ്പം. പക്ഷേ ഈ സാധാരണക്കാരൻ ചെടി ഇന്ന് അങ്ങ് സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ ഒരു അത്ഭുതവിളയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, സൗദിയിലെ വരണ്ട മണ്ണിൽ ശംഖുപുഷ്പം കാർഷികാടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയാണ്. ഉയർന്ന വിപണി സാധ്യതകൾ കാരണം പലരും ഇതിനെ ബ്ലൂ ഗോൾഡ് അഥവാ നീലത്തങ്കം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് സൗദിയിലെ അൽബഹ പോലുള്ള കാർഷിക മേഖലകളിലാണ് ഈ കൃഷി കൂടുതൽ ശ്രദ്ധ നേടുന്നത്. സൗദി അറേബ്യയിലെ ഏറ്റവും മനോഹരവും സുഖകരവുമായ പ്രദേശങ്ങളിലൊന്നാണ് അൽബഹ. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കാലാവസ്ഥ താരതമ്യേന തണുപ്പും സൗമ്യതയുമുള്ളതാണ്. അതുകൊണ്ടുതന്നെ വേനൽക്കാലത്ത് വിനോദസഞ്ചാരികളെയും സ്വദേശികളെയും ഒരുപോലെ ആകർഷിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി അൽബഹ അറിയപ്പെടുന്നു. തേൻ ഉൽപാദനത്തിനും അൽബഹയ്ക്ക് പ്രത്യേക പ്രശസ്തിയുണ്ട്. കൂടാതെ മാതളം, മുന്തിരി, അത്തിപ്പഴം തുടങ്ങിയ വിവിധ പഴവർഗ്ഗങ്ങളും മറ്റ് കാർഷിക വിളകളും ഇവിടെ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ കാർഷിക സാധ്യതകൾ നിറഞ്ഞ ഈ പ്രദേശത്താണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്ന ശംഖുപുഷ്പത്തിന്റെ കൃഷിക്കും വലിയ പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവെ കടുത്ത ചൂടും ജലദൗർലഭ്യവുമുള്ള സൗദിയിൽ ഈ കൃഷി എങ്ങനെയാണ് ഇത്ര വിജയകരമായി സാധ്യമാകുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതിനു പിന്നിൽ ചില പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ശംഖുപുഷ്പത്തിന്റെ കഠിനമായ അതിജീവനശേഷി തന്നെ. കടുത്ത ചൂടിനെയും ലവണാംശമുള്ള മണ്ണിനെയും പ്രതിരോധിക്കാൻ ഈ സസ്യത്തിന് പ്രത്യേക കഴിവുണ്ട്. മാത്രമല്ല, വളരെ കുറഞ്ഞ അളവിലുള്ള വെള്ളം മാത്രം മതിയാകും ഇതിനു വളരാൻ. രണ്ടാമതായി, ഇതൊരു പയർവർഗ സസ്യമാണ്. അതിനാൽ മണ്ണിലെ നൈട്രജൻ ലഭ്യത വർദ്ധിപ്പിക്കാനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, വളരുക മാത്രമല്ല, അവിടുത്തെ മണ്ണിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും ഈ സസ്യത്തിന് കഴിയും. ഇനി ഇതിന്റെ വിപണി സാധ്യതയെക്കുറിച്ച് പറയാം. അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ആവശ്യക്കാരുള്ള ബ്ലൂ ടീ തയ്യാറാക്കുന്നത് ഈ പൂക്കൾ ഉപയോഗിച്ചാണ്. ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയതും കഫീൻ ഇല്ലാത്തതുമായ ഈ പാനീയം ആരോഗ്യബോധമുള്ള ഉപഭോക്താക്കൾക്കിടയിൽ കൂടുതൽ ജനപ്രിയമാവുകയാണ്. സൗദിയിലും ഇതിനുള്ള ആവശ്യകത നിരന്തരം വർദ്ധിച്ചുവരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് വെറും ചായക്കായി മാത്രം ഉപയോഗിക്കുന്ന ഒരു പൂവല്ല. പ്രമേഹം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യത്തിനും ചർമ്മ സംരക്ഷണത്തിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഇത് ഉത്തമമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മറ്റൊരു രസകരമായ കാര്യം കൂടിയുണ്ട്. ഭക്ഷ്യവസ്തുക്കളിൽ കൃത്രിമ നിറങ്ങൾക്ക് പകരമായി ഉപയോഗിക്കാവുന്ന മികച്ച ഒരു സ്വാഭാവിക നിറക്കൂട്ടാണ് ശംഖുപുഷ്പം. ഇതിന്റെ നീല നിറമുള്ള സത്തിൽ അല്പം നാരങ്ങാനീർ ചേർത്താൽ അത് പെട്ടെന്ന് പർപ്പിൾ നിറത്തിലേക്ക് മാറും. കാണാൻ തന്നെ ഏറെ കൗതുകമുണർത്തുന്നൊരു മാറ്റമാണത്. കൂടാതെ പ്രോട്ടീൻ സമ്പന്നമായ ഇതിന്റെ ഇലകളും തണ്ടുകളും കന്നുകാലികൾക്ക് മികച്ച കാലിത്തീറ്റയായും ഉപയോഗിക്കപ്പെടുന്നു. നമ്മുടെ മുറ്റത്തും തൊടിയിലും സാധാരണയായി കാണുന്ന പല ചെടികളുടെയും യഥാർത്ഥ മൂല്യം നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകാറുണ്ട്. പക്ഷേ അതേ സസ്യങ്ങളെ വിദേശ രാജ്യങ്ങൾ വലിയ ബിസിനസ് സാധ്യതകളാക്കി മാറ്റുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ശംഖുപുഷ്പത്തിന്റെ ഔഷധഗുണങ്ങളെക്കുറിച്ചും നമ്മുടെ പൂർവികർ ഇതിനെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിച്ചിരുന്നുവെന്നും വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ചില പരമ്പരാഗത പ്രയോഗങ്ങളെക്കുറിച്ചുമെല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ബ്ലോഗ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ബ്ലോഗിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ആദ്യത്തെ കമന്റിൽ ഞാൻ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ലിങ്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ലിങ്ക് എന്ന് താഴെ കമന്റ് ചെയ്താൽ മതി. ഞാനത് നിങ്ങൾക്ക് നേരിട്ട് അയച്ചു തരുന്നതായിരിക്കും.